ദേശനാഥനായ തിരുനക്കര തേവരുടെ തിരുവുത്സവത്തിന് മീനമൊന്നായ നാളെ കൊടിയേറും. മീനം 10 24 ആറാട്ട് നടക്കും. തേവരുടെ പൈങ്കുനി ഉത്സവത്തിന് നാളെ 7 തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠരമോഹനര് കൊടിയേറ്റ് നിർവഹിക്കുന്നതോടെ തുടക്കമാകും. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണപിള്ളി, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, വൈസ് ചെയർമാൻ ബി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണയും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് തിരുവുത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് TC ഗണേഷ് പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ തിരുനക്കര തിരുവുത്സവത്തിന് നാളെ കൊടിയേറുകയാണ്. മാർച്ച് 15 മീനം 1 കൊടിയേറും. മീനം 10 മാർച്ച് 24 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ്. ഈ വർഷവും പ്രൗഢഗംഭീരമായ തിരുവുത്സവ ചാർത്താണ് തിരുനക്കര ഉപദേശക സമിതി ഭക്തജനങ്ങൾ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. താന്ത്രിക വൈദിക ചടങ്ങുകൾ കൊണ്ടും യാതൊരു ലോഭവും വരുത്താതെ പ്രൗഢഗംഭീരമായി അകത്തെ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി സമന്വയിപ്പിച്ച്, അതുപോലെ തന്നെ പുറത്തെ കൺവെൻഷൻ പന്തലിൽ 10 ദിവസത്തെ എല്ലാവിധ കലാപരിപാടികളും കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ തിരുവുത്സവ പരിപാടികൾ നടക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ചരിത്രപ്രസിദ്ധമായ തിരുനക്കര പൂരം മാർച്ച് 21 ഈ വർഷവും പതിവുപോലെ തന്നെ 22 ഗജവീരന്മാർ തിരുനക്കരയുടെ പടവുകളിറങ്ങി കിഴക്കൻ പടിഞ്ഞാറൻ ചേരുവാരങ്ങളിലായി അണിനിരക്കും. പെരുവനം കുട്ടന്മാരാർ, മേളപ്രമാണിയായിട്ടുള്ള പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാരുടെ പഞ്ചാരി മേളം മാർച്ച് 21 നടക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകത, ഈ വർഷം പള്ളിവേട്ട ദിവസം മേളപ്രമാണിയായിട്ടുള്ള കീഴുകൂട്ട അനിയന്മാരുടെ സംഘവും ഇവിടെ സ്പെഷ്യൽ പഞ്ചാരി മേളത്തിനെത്തുന്നുണ്ട്. 8ാം ഉത്സവമാണ് തിരുനക്കരയിൽ ദേശവിളക്കായി ആചരിക്കുന്നത്. 8ാം ഉത്സവം ദേശവിളക്കായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി തിരുനക്കരയുടെ ചുറ്റുമുള്ള ദേശവാസികൾ 4 നടകളിലും ലക്ഷദീപങ്ങൾ തെളിയിച്ചുകൊണ്ടായിരിക്കും ദേശവിളക്കായിട്ട് ആചരിക്കുന്നത്. പ്രസിദ്ധമായ ആറാട്ട് മാർച്ച് 24 അക്ഷരാർത്ഥത്തിൽ എതിരേറ്റ് ആറാട്ടിനെ വരവേൽപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ ആറാട്ട് തിരുനക്കര ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാർക്ക് ആസ്വദിക്കാനുള്ള ഗാനമേളകൾ, 2 ദിവസത്തെ കഥകളി, നൃത്തനാടകങ്ങൾ, സംഗീത സദസ്സ് എന്നിവയും കലാപരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി. 21 തിരുനക്കര പൂരം, 22 വലിയ വിളക്കും, 23 ഭക്തിസാന്ദ്രമായ പള്ളിവേട്ടയും, 24 ഭഗവാന്റെ തിരുവാറാട്ടും നടക്കും. 25 പുലർച്ചെ 5 മണിയോടെ കൊടിയിറക്കും.